നമ്മൾ നോക്കാൻ പോകുന്നത് ദേവിയുടെ 10ാമത്തെ നാമം മുതൽ 12ാമത്തെ നാമം വരെയാണ്. അത് 3ാമത്തെ ശ്ലോകത്തിൽ. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഇപ്പൊ 10ാമത്തെ നാമം കാണാം. മനോരൂപേക്ഷു കോദണ്ഡ. മനോ എന്നാൽ മനസ്സ്, രൂപേക്ഷു രൂപത്തോടു കൂടി, കോദണ്ഡ എന്നാൽ ആ വില്ലിനെ കുറിക്കുന്നു. അപ്പോൾ ദേവിയുടെ 2ാമത്തെ ഇടത്തെ കൈയിൽ എന്താണുള്ളത്? മനസ്സാകുന്ന വില്ലാണ്. ആ മനസ്സാകുന്ന വില്ല് എങ്ങനെയുള്ളതാണ്? വളരെ മധുരമായിട്ടുള്ളതാണ്. അത്രയും മാധുര്യമായ മനസ്സിനെ കുറിക്കുന്നു ദേവിയുടെ ഇടത്തെ കൈയിലെ വില്ല്. പഞ്ചതന്മാത്ര സായക. ആ വില്ലെല്ലാം എങ്ങനത്തെയാണ്? അത് പഞ്ചതന്മാത്രകൾ ഉപയോഗിച്ചതാണ്. അതായത് പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതായത് നമ്മുടെ ഓരോ സൃഷ്ടിക്കും നമുക്ക് പഞ്ചഭൂതങ്ങളുടെ ആവശ്യമുണ്ട്. അതായത് പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ സൃഷ്ടിയും നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ കുറിക്കുന്നു. ഏതൊക്കെയാണത്? നമ്മുടെ സ്പർശം, മണം, ശ്രവണം, രുചി, കാഴ്ച. ഇങ്ങനെ 5 തന്മാത്രകളോട് ചേർന്ന ആ ഒരു വില്ലിനെ ദേവി ഇടത്തെ കൈയിൽ പിടിച്ചിരിക്കുന്നു. അപ്പൊ ദേവിയുടെ 12ാമത്തെ നാമം നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജ അരുണ, ദേവിയുടെ ചുവപ്പ് നിറം, പ്രഭ അങ്ങനെ പ്രകാശിച്ചിരിക്കുന്നു, പൂര മുഴുവനായിട്ട്, മജ്ജത് അങ്ങനെ മുഴുകിയിരിക്കുന്നു, നിമഗ്നയായിരിക്കുന്നു, ബ്രഹ്മാണ്ഡ ഈ മൊത്ത പ്രപഞ്ചവും, മണ്ഡല പ്രപഞ്ചത്തിൽ നിന്നും ഉണ്ടായതെല്ലാം ചേർന്നിട്ടുള്ളത്. അപ്പോൾ ദേവിയുടെ ആ ചുവപ്പ് നിറത്തിലുള്ള ആ ശരീരത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനെ മുഴുകിയിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണോ ഒരു സന്ധ്യാസമയത്ത് സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നത്, അതുപോലെ ദേവി ആ അരുണകിരണങ്ങളാൽ പ്രകാശിച്ചിരിക്കുന്നു. അതിനാൽ ദേവിക്ക് എന്താണ് നാമം? നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഇപ്പോൾ നമുക്ക് 3ാമത്തെ ശ്ലോകം കാണാം. ഏത്? 10 മുതൽ 12 വരെയുള്ള നാമങ്ങളാണ് അതിലുള്ളത്. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. താങ്ക് യു.